കേരള സർക്കാർ വിദേശകാര്യ വകുപ്പ് രൂപീകരിച്ചുവെന്നും കെ വാസുകി IAS-നെ അതിൻ്റെ ചുമതലക്കാരിയായിട്ട് നിശ്ചയിച്ചുവെന്നും കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ വാർത്ത കണ്ടു. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപികയിലും കേരള കൗമുദിയിലുമൊക്കെയാണ് ഈ വാർത്ത കണ്ടത്. മലയാള മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, വിദേശകാര്യ വകുപ്പ് രൂപീകരിക്കാനും വിദേശ രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ അധികാരമുള്ളത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു മന്ത്രാലയമുണ്ട് ഡൽഹിയിൽ. അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കേന്ദ്ര സർക്കാരിന് മാത്രമേ അങ്ങനെ ഒരു വകുപ്പ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ് വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞൊരാളെ അവിടെ നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു മുതിർന്ന ഒരു IFS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം IFS-ൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ വിദേശകാര്യമന്ത്രിയായിട്ട് വന്നു. 2ാം മോഡി സർക്കാരിലും അദ്ദേഹമായിരുന്നു, 3ാം മോഡി സർക്കാരിലും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ജയശങ്കറാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. പിന്നെ വിദേശകാര്യ സെക്രട്ടറി ഉണ്ട്, സഹമന്ത്രിമാരുണ്ട്, മറ്റാളുകളൊക്കെ ഉണ്ട്. ഈ വിദേശകാര്യ വകുപ്പിൽ പണ്ടുതൊട്ടേ മലയാളികൾ പലരും ഉണ്ടായിരുന്നു. സാക്ഷാൽ KPS മേനോൻ സീനിയറായിരുന്നു വളരെ കാലം വിദേശകാര്യ സെക്രട്ടറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ KPS മേനോൻ ജൂനിയർ വന്നു. പിന്നെ ശിവശങ്കർ മേനോൻ വന്നു, നിരുപമ മേനോൻ വന്നു. അങ്ങനെ മറ്റ് പല ആളുകളും ആ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. മലയാളികളുമായിട്ട് വലിയ അടുപ്പമുള്ള ആ ഒരു വകുപ്പാണ് വിദേശകാര്യം. അങ്ങനെയുള്ളതായി വിദേശകാര്യ വകുപ്പിൽ അവരാണ് ഈ അംബാസഡർമാരെ നിയമിക്കുന്നത്, ഹൈക്കമ്മീഷണർമാരെ തീരുമാനിക്കുന്നത്, ഇന്ത്യൻ കോൺസൽമാരായിട്ട് ആരെയൊക്കെ വിടണം എന്ന് തീരുമാനിക്കുന്നത്, ഇന്ത്യയിലേക്കുള്ള അംബാസഡർമാരാരൊക്കെയായിരിക്കും, അവരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ പ്രധാനമന്ത്രി മുതലായ ആളുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഈ വിദേശകാര്യ മന്ത്രാലയമാണ്. പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനും മുൻകൈ എടുക്കുന്ന ഈ വകുപ്പാണ്, ഈ മന്ത്രാലയമാണ്. അതാണ് അവരുടെ ജോലി. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കില്ല. തെലങ്കാന സർക്കാരിനോ അല്ലെങ്കിൽ കർണാടക സർക്കാരിനോ കേരള സർക്കാരിനോ ഒന്നുമില്ല. അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും ഇനിയിപ്പോൾ CPM ഭരിക്കുകയാണെങ്കിൽ അപ്പോഴും ഒക്കെ അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സാണ്. അതിന് സംസ്ഥാന സർക്കാരിന് ഒരു കാര്യവുമില്ല. ഈ ടൈംസ് ഓഫ് ഇന്ത്യക്കാരും പറയുന്നത് അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടി അമ്പരപ്പുളവാക്കുന്നതാണ്. ഞാനതിൻ്റെ ജിയോ സംഘടിപ്പിച്ചു നോക്കി. അപ്പോൾ ജിയോയിൽ പറഞ്ഞിട്ട് വിദേശ സഹകരണ വകുപ്പാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് കേരളത്തിന് സഹകരിക്കുന്നതിന് വേണ്ടി ഒരു വകുപ്പുണ്ടാകും. അത് ഭരണഘടനാപരമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംശയമുണ്ട്. കാരണം വിദേശകാര്യം സഹകരണമാണെങ്കിലും അപഹരണമാണെങ്കിലും ഒക്കെ കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. യൂണിയൻ ലിസ്റ്റിലാണ് അതുള്ളത്. രാജ്യരക്ഷാ വകുപ്പും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഭീഷണി ഉണ്ടെന്നായിരിക്കാം. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നാവികസേന കേരളത്തെ ആക്രമിക്കാൻ പോകുന്നു എന്ന് വിശ്വാസയോഗ്യമായൊരു അറിവ് കിട്ടി കഴിഞ്ഞാൽ കാരണഭൂതന് സ്വന്തമായിട്ടൊരു നാവികസേന ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വ്യോമസേന ഉണ്ടാക്കി കൊളംബോയിൽ ബോംബിടാനൊന്നും പറ്റില്ല. അതിനൊന്നും അധികാരമില്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കേരളത്തിന് സ്വന്തമായിട്ട് സൈന്യത്തെ രൂപീകരിക്കാൻ പറ്റുകയില്ല. കേരളത്തിന് ജനറൽമാരോ അഡ്മിറൽമാരോ എയർ മാർഷൽമാരോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവർ ഉദ്ദേശിക്കുന്ന വിദേശ സഹകരണ വകുപ്പാണ്. വിദേശ രാജ്യങ്ങളോട്ട് ഒന്ന് സഹകരിക്കണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ UAE-യുമായിട്ട് കേരളം വളരെ കാലമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവിടുന്ന് പിച്ചച്ചട്ടിയുമായിട്ട് അവിടെ പോയി പണം പിരിക്കും. അതുപോലെ മറ്റേ സംസ്ഥാനങ്ങളൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരെല്ലാവരും ഇങ്ങനെ ഭിക്ഷാപാത്രവുമായിട്ട് മറിയ കുട്ടിച്ചേച്ചിയെ പോലെ ലോകത്തെ എല്ലായിടത്തും പിരിക്കാൻ പോയപ്പോൾ അന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞു പിരിക്കാൻ പറ്റില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് യാതൊരു സംഭാവനയും വാങ്ങിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അംഗീകാരമില്ലാതെ ചെയ്യാൻ പറ്റില്ല. ഈ മന്ത്രാലയമാണ് ഇപ്പോൾ അങ്ങനെ പിരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. അതിനെ തുടർന്നാണ് മന്ത്രിമാർ ഭിക്ഷായാത്ര നിർത്തിവെച്ച്. അല്ലെങ്കിൽ AK ബാലനുമൊക്കെ നെതർലൻഡ്സിലും ബെൽജിയത്തിലുമൊക്കെ പോയി പിരിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിൽ പോകുമല്ലോ. ഈ മയോ ക്ലിനിക്കിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വേണ്ട സുഖ സൗകര്യങ്ങൾ ശരിയായി കൊടുക്കുക. അതിനപ്പുറത്ത് വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തായ്ലൻഡിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് സിംഗപ്പൂർ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ഫ്രാൻസിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ജർമ്മനിയിൽ പോകുന്നുണ്ട്.
അതിന് റഷ്യ പോകുന്നുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. അദ്ദേഹം ചെല്ലുമ്പോഴത്തേക്കും അവിടെ വരവേൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മാലിടിക്കാൻ ആൾ വേണം, പൂച്ചെണ്ട് കൊടുക്കാൻ ആൾ വേണം. അതിനൊക്കെയുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അത് വിദേശ രാജ്യങ്ങളോട് സഹകരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ കാരണഭൂതൻ ഒന്നും കൂടി ന്യൂയോർക്കിൽ പോകുന്നു, ടൈം സ്ക്വയറിൽ പോയി ഒരു പ്രസംഗം നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്യാനുള്ള വകുപ്പ്, അദ്ദേഹത്തിന് മൈക്ക് പിടിച്ചു കൊടുക്കാൻ ഉള്ള വകുപ്പ്, ആ ഹൗളിങ്ങില്ലാത്ത വകുപ്പ്, മൈക്ക് കണ്ടുപിടിക്കാനുള്ള വകുപ്പ്, ആ വകുപ്പാണ് വിദേശ സഹകരണ വകുപ്പ്. പിന്നെ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ മടക്ക് കസേരയല്ല, നല്ലൊരു കസേര സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. ഇത് നിറവേറ്റാനും ഉദ്ദേശമുള്ള രണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യണോ വേണ്ടതെന്നൊന്നും ഈ നമ്മുടെ സഹകരണ വകുപ്പ്, അത് വിദേശ സഹകരണ വകുപ്പ് തീരുമാനിക്കില്ല. വാസുകി IAS ഇന്ത്യൻ സൈന്യത്തോട് വെക്കുവെടി എന്നും പറയുകയില്ല, കാരണം അതിന് അവർക്ക് അധികാരമില്ല. അപ്പോൾ ഇത്ര ഉദ്ദേശമുള്ളൂ. നിങ്ങളത് കണ്ട് വെറുതെ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നമ്മുടെ മന്ത്രിമാർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുമല്ലോ. ചിലപ്പോൾ ഫ്രാൻസിൽ പോവും, ചിലപ്പോൾ ബെൽജിയത്തിൽ പോവും, ചിലപ്പോൾ ഡെൻമാർക്കിൽ പോവും, ചിലപ്പോൾ നമ്മുടെ ശിവൻകുട്ടി പോകാൻ ആഗ്രഹിച്ച പോലെ ഫിൻലൻഡിൽ പോകും. അതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ, അതിന് വേണ്ട സ്പീഡ് വർക്ക് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിദേശ സഹകരണ വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എതിരാണെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശശുദ്ധി ഓർത്ത് നമുക്ക് അത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. കേരളത്തിന് ഡൽഹിയിൽ സ്ഥാനപതിയെ നിയമിച്ചില്ലേ, ആദ്യം സമ്പത്തിനെ നിയമിച്ചു, പിന്നീട് തോമസ് മാഷിനെ നിയമിച്ചു. തോമസ് മാഷിൻ്റെ ജോലി എന്താ? അദ്ദേഹം കേരളത്തിൻ്റെ അംബാസഡറാണ് ഡൽഹിയിൽ. എന്ന പോലെ ഇനി വേണമെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഹൈക്കമ്മീഷൻ തുടങ്ങാവുന്നതാണ്. അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഓരോ ഓഫീസ് തുടങ്ങുക, എന്നിട്ട് ഇവിടെ ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞിറങ്ങുന്ന DYFIക്കാരെ ഓരോരുത്തർ പിടിച്ച് ഓരോ സീറ്റിലിരുത്തുക. അപ്പോൾ അവർക്കും ഒരു പണിയാവും, ഇവരവിടെ ചെല്ലുന്നതുകൊണ്ട് അതാത് രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഒരു പണിയാവും. അപ്പോൾ അതിന് നമ്മൾ അത്ര വലിയ സീരിയസ്നെസ് കൊടുക്കേണ്ടതില്ല. പാർട്ടിക്കാർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാനും അവർ ഇരുത്താനും വേണ്ടിയാണല്ലോ ഈ സർക്കാർ തന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ ഓരോ തമാശകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.